ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഈസി ആയിട്ട് സാരി വെയർ ചെയ്യാനും പറ്റും. ഹായ് ഹലോ, യെല്ലോ മേക്കവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, സാരി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല്ലു പ്രീ പ്ലീറ്റിങ്ങിന്റെ 1-2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പല്ലു പ്രീ പ്ലീറ്റിങ്ങിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. ആദ്യം തന്നെ നമ്മൾ സാരി നീറ്റായിട്ട് ഒട്ടും ചുളിവില്ലാതെ അയൺ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അതും നമ്മൾ അകംഭാഗമാണ് ഈ പുറമേ കാണുന്നത്. പുറം ഭാഗം, അതായത് നല്ല ഭാഗം അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് പുറം ഭാഗം വരുന്നത്. അതിനുശേഷം ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചിട്ട് പല്ലുയുടെ വീതി എത്രയാണോ വേണ്ടത് അതുപോലെ ഇതുപോലെ മടക്കിയെടുക്കുക. നമ്മളെ ഷോൾഡറിൽ വരുന്ന ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് നമ്മൾ ഈ മടക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ആ മടക്കിന് ഒരു ലൈൻ മാർക്ക് ഇടണം. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ബാക്കി വരുന്ന ആ സാരി ഉണ്ടല്ലോ, അത് നേരെ പകുതിയാക്കിയിട്ട് മടക്കുക. നമ്മൾ ഫസ്റ്റ് പല്ലു എടുത്ത് വെച്ചല്ലോ, ആ ഒരു പോർഷൻ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പകുതിയാക്കി മടക്കുന്നത്. അല്ലാതെ ആ പല്ലുവിൻ്റെ മുകളിലേക്കല്ല പകുതിയാക്കി മടക്കുന്നത്. പല്ല് അവിടെ ഒഴിച്ച് വിട്ട് ഇതുപോലെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പല്ലൂസ് കിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ മടക്കിയല്ലോ, പകുതിയാക്കി മടക്കിയല്ലോ, അവിടെയും ഒരു ലൈൻ മാർക്ക് ഇടണം. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ലൈൻ വിസിബിൾ ആവുന്ന വിധത്തിൽ നല്ലോണം ഹീറ്റ് കൊടുത്തിട്ട് വേണം അയൺ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഒരു ലൈന് വീണിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ വീണ്ടും പകുതിയാക്കിയിട്ട് മടക്കുക. അതിനുശേഷം ആ മടക്കിയ ഭാഗത്ത് വീണ്ടും നമുക്ക് ലൈൻ മാർക്ക് വേണമല്ലോ, വീണ്ടും നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ലൈൻ മാർക്ക് നല്ല വിസിബിളായിട്ട് കിട്ടണം, അപ്പോഴേ നമുക്ക് പ്ലീറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഹീറ്റ് കൂടുതൽ കൊടുത്തിട്ട് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അയൺ ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ മാറ്റ് വാങ്ങാൻ കിട്ടും, അതും യൂസ് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹീറ്റ് കുറച്ചിട്ടിട്ട് നമ്മൾ കൂടുതൽ സമയം അയൺ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കൂടുതൽ സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ മാർക്ക് വീഴും. സോ നമ്മൾ ലാസ്റ്റത്തെ ആ പോർഷനും നേരെ പകുതിയാക്കിയിട്ട് മടക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇതിന് ലൈൻ മാർക്ക് വരുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് അയൺ ചെയ്ത് കൊടുക്കുക. കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ സമയം പ്രസ് ചെയ്ത് അയൺ ചെയ്യണം. ഇനി നമുക്ക് ഈ മടക്ക് നിവർത്തി നോക്കാം. ഇവിടെ ലൈൻ മാർക്ക് വീണിട്ടുണ്ട്. നമ്മൾ ഈ റൈറ്റ് സൈഡ് വരുന്ന ഈ ഒരു പോർഷനാണ് കേട്ടോ. റൈറ്റ് സൈഡ് വരുന്ന കംപ്ലീറ്റ് പോർഷനിലും ഈ ലൈൻ മാർക്ക് വീണിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം മടക്കിയല്ലോ, പകുതിയായിട്ട് മടക്കിയല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന കംപ്ലീറ്റ് പോർഷനിലും ലൈൻ മാർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ലൈൻ മാർക്ക് വേണം. അതിനുവേണ്ടി നമ്മളിത് ഇതുപോലെ പകുതിയാക്കിയിട്ട് മടക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. നല്ല രീതിക്ക് ലൈൻ മാർക്ക് വരുത്തുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പോർഷനും കൂടി നമ്മൾ നേരെ ഹാഫായിട്ട് മടക്കിയിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പല്ലുവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻ മാർക്ക് നമുക്ക് കിട്ടും. ഈ ഒരു അളവിലാണ് നമ്മൾ പല്ലൂസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തി നോക്കാം. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് സാരിയിൽ ലൈൻ മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാരി നമ്മൾ വെച്ചതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് തിരിച്ചിടാം. അതായത് നല്ല ഭാഗം പുറമേ കാണുന്ന വിധത്തിൽ നമുക്കത് നീറ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗമുണ്ട്, നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച ആ ഒരു ഭാഗമാണ് ഈ വീതിക്ക് കാണുന്നത്. അവിടുന്ന് തൊട്ട് നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാം. ഈ ലൈൻ മാർക്ക് ഉണ്ടല്ലോ, അത് ആ ഒരു അളവിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഓരോ പ്ലീറ്റും ആ അളവിലേക്ക് എടുത്തിട്ട് നമുക്ക് നീറ്റായിട്ട് ഓരോ പ്ലീറ്റ്സും എടുത്ത് തുടങ്ങാം. ആർക്കും വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു മെത്തേഡാണിത്. മാത്രമല്ല ഈ പ്ലീറ്റ്സിൻ്റെയൊക്കെ അളവും ഭയങ്കര കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ പ്ലീറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അയൺ ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്യാം. ഇനി ഇതുപോലെ ക്ലിപ്പില്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പ്ലീറ്റ്സ് നീറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡോറിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അതല്ല, ടേബിളിൽ തന്നെ വെച്ച് ചെയ്യാനും വഴിയുണ്ട്. കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ പ്ലീറ്റ്സിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള അയൺ ബോക്സ് വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഈ പ്ലീറ്റ്സിൻ്റെ അറ്റത്ത് അയൺ ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ നീറ്റായിട്ട് പ്ലീറ്റ് എടുത്ത് വെക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ നീറ്റാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഓരോ ഭാഗത്തും പിൻ ചെയ്യുക. ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. അതിന് ശേഷം പ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്യുക.
അയൺ ചെയ്യുമ്പോൾ നല്ലോണം ഹീറ്റ് കൊടുത്തിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ ഈ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്ലീറ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ ഒരു ലെങ്ത്ത് വരെയാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് അയൺ ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് പ്ലീറ്റും കൂടെ എടുത്തിട്ട് അയൺ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ചെസ്റ്റ് പ്ലീറ്റും കൂടെ എടുത്തിട്ടുണ്ട്, അതുകൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ പ്ലീറ്റ് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പുറത്തെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നീറ്റായിട്ട് അയൺ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഒതുങ്ങി കിട്ടുള്ളൂ. ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് അത്ര ഈസി മെത്തേഡായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വൺസ് നിങ്ങൾ ഈ മെത്തേഡിൽ പല്ലു പ്ലീറ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. ഇനി നമുക്ക് അതുപോലെ ചെസ്റ്റ് പ്ലീറ്റും കൂടി എടുക്കുക. ചെസ്റ്റ് പ്ലീറ്റ് നിവർത്തി വെച്ചിട്ട് ഓരോ പ്ലീറ്റ്സായിട്ട് എടുത്ത് വെച്ച് നമുക്ക് നീട്ടായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ് എടുക്കുന്ന പരിപാടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് സാരി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഈസി ആയിട്ട് സാരി വേറേനും പറ്റും. സോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് വെച്ച് പല്ലു പ്രീ പ്ലീറ്റിംഗ് ഒന്ന് ചെയ്ത് നോക്ക്. കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഐഡിയ ആണ് ഇത്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീ പ്ലീറ്റിംഗ് ഐഡിയ ആണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.